ഹായ് ഹലോ, ഞാൻ നിംസ് ടെറോട്ട് റീഡറാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ ആരായിരുന്നു എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ആരാണ് എന്നാണ്. ഇവിടെ ഒരു ചോയ്സ് പോലെയാണ് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ വന്നത്. അവർക്കും വേറെയും ചോയ്സസ് ഉണ്ടായിരുന്നിരിക്കാം, വേറെയും ആളുകൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ആ ചോയ്സസിൽ നിന്നെല്ലാം നിങ്ങളാണ് അവരുടെ കറക്റ്റ് പാർട്ട്ണർ എന്ന് അവർ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് നിങ്ങളോട് അവരുടെ പ്രണയം തുറന്നു പറഞ്ഞതും നിങ്ങളുടെ കൂടെ അവർ കൂടിയതും. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമാണ്. അത്രയേറെ പ്രണയം അവർ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ വേൾഡ് തന്നെ നിങ്ങളാണ്. നിങ്ങളുടെ സ്നേഹം അത്രയും പ്യുവറായിട്ടുള്ളതാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് അവരുടെ മനസ്സിൽ. നിങ്ങളൊരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മുത്തിനെ പോലെയാണ് അവർക്ക്. നിങ്ങളെ നഷ്ടപ്പെടുത്തുവാനൊന്നും അവർക്ക് സാധിക്കില്ല. അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളൊരു വേൾഡാണ്, ഒരു ദേവതയാണ്. നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തണം, നിങ്ങളോട് എല്ലാം തുറന്നു പറയണം. നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു ചെറിയൊരു ഇഷ്യൂ നിൽക്കുകയാണ്. ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അടിച്ചിട്ടുണ്ടാവാം. അവർക്ക് ചോയ്സസ് ഉണ്ടായിരുന്നല്ലോ, ഞാനല്ലാണ്ട് എന്നെക്കാളും പ്രിയപ്പെട്ട ആരാ അവർക്കുള്ളത് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവാം. എന്നാൽ ആ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുമുണ്ട്, നിങ്ങൾ ആലോചിച്ചിട്ടുമുണ്ട്, നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ടുണ്ട്. ഹീലായാലും എനിക്കിവർ വേണ്ട, മാറി ചിന്തിച്ചാലും ഞാൻ കൊടുത്ത സ്നേഹമൊന്നും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല ഇവരിൽ നിന്ന്, എനിക്ക് ഒരു മാറ്റം ആവശ്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ച് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ കരിയറിൽ ഫോക്കസ് ചെയ്യുകയാണ്. നിങ്ങൾ അവരെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ മാത്രമാണ്. എന്നാൽ പുറമെ നിങ്ങൾ ഫ്രീ ബേർഡിനെ പോലെയാണ്. എനിക്ക് ആരും വേണ്ട, ഒരാളായിട്ട് കമ്മിറ്റ്മെൻ്റ് ഇല്ല, ഞാൻ ഫ്രീ ആണ്, എനിക്കൊരു ജസ്റ്റിസ് തരുന്നില്ല എന്നാണ് നിങ്ങൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത് അല്ല അവർ ചിന്തിക്കുന്നത്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമാണ്. ചോയ്സസ് ഉണ്ടായിരുന്നിരിക്കാം, ഇല്ല എന്നല്ല. ആരുടെ ലൈഫിലും ചോയ്സസ് ഉണ്ടാവില്ലേ? നിങ്ങളുടെ ലൈഫിലും ചോയ്സസ് ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നതിനേക്കാളും മുന്നേ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവില്ലേ വേറെ ആരോടെങ്കിലും ഒരു അട്രാക്ഷൻ? ഇല്ലേ? എന്നാൽ കൂടുതൽ നിങ്ങൾ ഇവരെ കണ്ട് ഇവരെ മനസ്സിലാക്കിയപ്പോഴല്ലേ അതിനേക്കാളും അല്ലെങ്കിൽ അവരെക്കാളും ബെറ്റർ പേഴ്സൺ നിങ്ങൾക്ക് അവരാണെന്ന് നിങ്ങൾക്ക് തോന്നിയത് അല്ലേ? നമുക്ക് ചുറ്റും ഒരുപാട് ചോയ്സസ് ഉണ്ടാവാം. നമ്മുടെ വേൾഡ് പറയുന്നത് എന്താ, നമ്മുടെ പ്രപഞ്ചം പറയുന്നത് എന്താ? നമുക്ക് എല്ലാവരോടും ഒരു അട്രാക്ഷൻ തോന്നും. എല്ലാവരോടും എന്നല്ല, നമ്മളുടെ എനർജിയുമായിട്ട് സിങ്ക് ആവുന്ന ഒരു വ്യക്തിയാവാം, വേറെ എന്തും ആവാം. അതിനോടൊക്കെ നമുക്കൊരു അട്രാക്ഷൻ തോന്നും അല്ലേ? ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് തോന്നാം. ആ അട്രാക്ഷൻ തോന്നി നമ്മൾ അതിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് ആ അട്രാക്ഷൻ ചിലപ്പോൾ ഒരു നിമിഷത്തേക്കുള്ള അട്രാക്ഷൻ ആവാം. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് എന്താണ് നമുക്കുള്ളത് എന്ന് നമ്മൾ വിലയിരുത്തുന്നത് അല്ലേ? ഇപ്പോൾ നമ്മളൊരു കരിയർ ചൂസ് ചെയ്തു, അത് നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നി, ആ ഫീൽഡ് നന്നായിരിക്കും എന്ന് തോന്നി നമ്മൾ അതിലേക്ക് ചെന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് നാൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പറ്റിയൊരു ഫീൽഡ് അല്ല ഇത്, നമുക്ക് വേറെ തോന്നും, എൻ്റെ മനസ്സിൽ ഇതല്ല എന്ന് തോന്നുന്നത് അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും ചോയ്സസ് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നിയതൊരു ചോയ്സ് ആയിരിക്കാം ആദ്യഘട്ടങ്ങളിൽ. എന്നാൽ കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങൾ ആരാണ്? എല്ലാം ആണ്. നിങ്ങളില്ലെങ്കിൽ അവരില്ല എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ നിങ്ങളിപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ചിന്തിച്ചത് അവർക്ക് നിങ്ങളെ വേണ്ട, അവർ നിങ്ങളിട്ടിട്ട് പോയി, എന്നാൽ എനിക്ക് അവരെയും വേണ്ട, ഞാൻ എൻ്റെ കാര്യം നോക്കി മൂവ് ഓൺ ചെയ്ത് പോവുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എനിക്കൊരു ജസ്റ്റിസ് അവർ തരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ശരി, നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മളത് മാറി നിൽക്കുന്നത്, ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത് നല്ലതാണ്. എന്നാൽ നമ്മളിതെല്ലാം ഹീൽ ചെയ്ത് കളയുക, നമ്മുടെ വിഷമങ്ങൾ കാര്യങ്ങൾ ഹീൽ ചെയ്യുക. നമ്മളൊന്നും കൂടി ചിന്തിച്ച് നോക്കുക, നമ്മൾ പാസ്റ്റിലേക്കൊന്ന് ചിന്തിച്ച് നോക്കുക. എവിടെ നമുക്ക് ഫോൾട്ട് വന്നത്, എവിടെ ഞാനും ആ വ്യക്തിയും തമ്മിൽ ഒരു ഇഷ്യൂ വന്നത്, എന്തുകൊണ്ടാണ് ആ ഇഷ്യൂ വന്നത്? നമുക്കത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ? കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക. കാരണം നമ്മൾ ഇത്രയും നല്ലൊരു പേഴ്സണെ
നമ്മളിട്ടിട്ട് വേറൊരു ചോയ്സ് തേടി പോവാ വിചാരിക്കുമോ? നിങ്ങൾ ചിന്തിക്കുക, ഇത്രയും നല്ലൊരു നിങ്ങൾ അവരുടെ അടുത്ത് പെരുമാറിയ രീതി, അവർ നിങ്ങളോട് പെരുമാറിയ രീതി, നിങ്ങൾ കണ്ടുമുട്ടിയെന്ന ആള് ഇതുവരേക്കും നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങൾ എങ്ങനെ പോയി, എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു എന്ന് നിങ്ങൾ അത് വിലയിരുത്തുക, അനലൈസ് ചെയ്യുക. ഇതിനേക്കാളും ബെറ്റർ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരും, വരാതിരിക്കാം. അതൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു കാര്യമാണ്. എങ്കിൽ എത്ര കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രണയത്തെ വിട്ടിട്ട് വേറൊരു പ്രണയത്തിലേക്ക്, വേറൊരു ചോയ്സിലേക്ക് പോകാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് പറ്റുമോ? പറ്റുന്നവരുണ്ടാവാം. എന്നെ കാണുന്ന വ്യൂവേഴ്സിൽ ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പാസ്റ്റിനെ വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നോക്കിയിരിക്കുന്ന പേഴ്സൺസ് ഉണ്ടാവാം. എന്നാൽ നിങ്ങളൊന്നും കൂടി അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിക്കുക. അവർ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. തെറ്റുകൾ ചെയ്യാത്ത പേഴ്സൺ അല്ല. നിങ്ങളും തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഇല്ലേ? അവരും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. തെറ്റുകൾ തിരുത്തി നമ്മളൊരു പേഴ്സൻ്റെ നല്ല വശങ്ങൾ മാത്രമല്ല നോക്കിക്കാണേണ്ടത്. ഈ യൂണിവേഴ്സ് പറയുന്നത് നമ്മളൊരു വ്യക്തിയുടെ നല്ല വശം മാത്രമല്ല നോക്കിക്കാണേണ്ടത്, നമ്മൾ അവരുടെ നെഗറ്റീവ്സും കാണണം. നിങ്ങളുടെ പോസിറ്റീവും നെഗറ്റീവ്സും അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചത്. എന്നാൽ ഇപ്പോൾ അവർ നിങ്ങളുടെ നെഗറ്റീവ് സൈഡും കണ്ടിട്ടാണ് നിങ്ങളെ പ്രണയിക്കുന്നത്. നമ്മൾ ഒരു ജീവിതം തുടങ്ങുമ്പോൾ, നമ്മൾ ജനിച്ച് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലായിരിക്കുന്ന ഈ അവസ്ഥയിൽ പോലും നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമല്ലല്ലോ ചെയ്തിട്ടുണ്ടാവുക. നമ്മളിലും എന്തെങ്കിലും നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ നമ്മൾ ഹീൽ ചെയ്ത് കളയേണ്ടത് നമ്മളിലുള്ള നെഗറ്റീവ്സിനെയാണ്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് നമുക്ക് നമ്മളിൽ തന്നെ കൊടുക്കണം, നമ്മളിൽ തന്നെ വിശ്വാസം അർപ്പിക്കണം. നിങ്ങൾ ഒരു മെഡിറ്റേഷനോ എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിരിക്കുന്നതെന്നാണ് അവിടെ യൂണിവേഴ്സ് പറയുന്നത്. നല്ലതാണെന്നെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളയുക. ഒന്നും കൂടി അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ടൈമുണ്ട്. ഒരു ജസ്റ്റിസ്, നിങ്ങൾ ചിന്തിക്കുന്നത് അവർ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരുന്നില്ല എന്നാണ്. എന്നാൽ ഇവിടെ ജസ്റ്റിസ് തരുന്ന നിങ്ങൾ തന്നെ ഒന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ഹീൽ ചെയ്ത് കളഞ്ഞ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. നാളിതുവരെയും നമ്മൾ കണ്ടുമുട്ടിയ ടൈം തൊട്ട് ഇതുവരെയും എന്താണ് നമ്മൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളതെന്ന് അനലൈസ് ചെയ്യുക. ഫൈനൽ റിസൾട്ട് നിങ്ങൾ തന്നെ കണ്ടെത്തുക. നിങ്ങളുടെ ഡിസിഷൻ എടുത്തോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ വേണോ, പുതുതായിട്ടുള്ള നിങ്ങളുടെ പുതിയൊരു തീരുമാനമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഈ റീഡിങ് എങ്ങനെ റെസനേറ്റ് ആയെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഉള്ള റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുക, ഇല്ലെങ്കിൽ വിട്ട് കളഞ്ഞോളൂ. എനിക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്കുള്ള സന്ദേശമാണ്. എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്നും എനിക്കറിയില്ല. നിങ്ങളുടെയാണ് ലൈഫ്, എനിക്ക് പറഞ്ഞു തരാനേ പറ്റുകയുള്ളൂ. യൂണിവേഴ്സ് പറയുന്ന കാര്യം എനിക്ക് നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ. ആസ് എ പേഴ്സൺ നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ ലൈഫ്. എന്നാൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ ഒരു ചോയ്സിൽ നിന്ന് ഇന്ന് അവർക്ക് എല്ലാമായി മാറിയൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ. അത് നിങ്ങൾ ഓർക്കുക. എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ എനിക്ക് കൂടുതൽ വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങളുടെ സ്വന്തം നിംസ്.